രാഹുലിന്റെ പെട്ടി ഓട്ടോയുടെ എഞ്ചിൻ മുരളുന്നത് പുലർച്ചയുടെ തണുത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി അവന്റെ ദിനചര്യയ്ക്ക് മാറ്റമൊന്നുമില്ല. പുലർച്ചെ 4-ന് എഴുന്നേൽക്കുന്നു. 5 മണിയോടെ ബേക്കറി യൂണിറ്റിലെത്തുന്നു. പുതുതായി ചുട്ടെടുത്ത പപ്സുകളുടെയും റൊട്ടിയുടെയും മധുരമുള്ള കേക്കുകളുടെയും മണം പേർന്ന പെട്ടികൾ തന്റെ നീല പെട്ടി ഓട്ടോറിക്ഷയുടെ പിന്നിലേക്ക് അടുക്കുന്നു. അവന്റെ വണ്ടി ഒരു സാധാരണ ഓട്ടോ ആയിരുന്നില്ല. ഡ്രൈവറുടെ ക്യാബിനും പിന്നിലെ ചരക്ക് കൊണ്ടുപോകുന്ന പെട്ടിയും തമ്മിൽ ഒരു ചെറിയ ഗ്ലാസ് പാളിയുള്ള ഒരു ലോഹഭിത്തി കൊണ്ട് വേർതിരിച്ചിരുന്നു. ആ ചെറിയ ഗ്ലാസ്സിലൂടെ പിന്നിലേക്ക് നോക്കിയാൽ അടുക്കി വെച്ചിരുന്ന മഞ്ഞ പ്ലാസ്റ്റിക് ട്രേകൾ അവ്യക്തമായി കാണാം. രാഹുൽ തന്റെ ജോലി കൃത്യതയോടെ ചെയ്യുന്നവനായിരുന്നു. പട്ടണത്തിലെ പ്രധാന ബേക്കറികളിലെല്ലാം അവന്റെ വണ്ടി കൃത്യസമയത്തെത്തും. എന്നാൽ അന്ന് അവന്റെ പതിവ് റൂട്ട് ലിസ്റ്റിൽ ഒരു പുതിയ പേര് എഴുതി ചേർത്തിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഹൈറേഞ്ച് ബേക്കേഴ്സ്, ചെകുത്താൻ പാറ. ഇതെവിടെയാ ചേട്ടാ? അവൻ മാനേജറോട് ചോദിച്ചു. ഓ, അതൊരു പുതിയ ഓർഡറാ. ഹൈറേഞ്ചിലേക്കുള്ള വഴിയാണ്. കുറച്ചുള്ളിലേക്ക് പോകണമെന്നേ ഉള്ളൂ. നല്ല ഓർഡറാണ്. പൈസ അപ്പോൾ തന്നെ കിട്ടും. നീ പോയിട്ട് വാ. മാനേജർ തലയുയർത്തി നോക്കാതെ പറഞ്ഞു. ചെകുത്താൻ പാറ. ആ പേര് അവനൊരു അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങോട്ടേക്ക് രാത്രിക്ക് മുന്നേ പോയി വരുന്നതാണ് നല്ലത്. വഴി അത്ര ശരിയല്ല. ആളനക്കമില്ലാത്ത കാട്ടുവഴിയാ. അടുത്തു നിന്ന പ്രായമായൊരു തൊഴിലാളി പറഞ്ഞു. രാഹുൽ അതൊരു ചിരിയിൽ തള്ളി. പ്രേതത്തിലും അമാനുഷിക ശക്തികളിലുമൊന്നും അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. അവൻ്റെ വിശ്വാസം ഈ പെട്ടിയോട്ടോയിലും അവൻ്റെ അധ്വാനത്തിലും മാത്രമായിരുന്നു. പതിവ് ഡെലിവറികളെല്ലാം കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അവൻ ഹൈറേഞ്ചിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. പ്രധാന ടൗൺ പിന്നിട്ടതോടെ റോഡിൻ്റെ സ്വഭാവം മാറി. വീതി കുറഞ്ഞ ടാറിളകിയ വഴി, ഇരുവശത്തും റബ്ബർ തോട്ടങ്ങൾ. അവ കഴിഞ്ഞപ്പോൾ അത് കാടിന് വഴി മാറി. മൊബൈൽ ഫോണിൽ സിഗ്നൽ അപ്രത്യക്ഷമായിട്ട് അരമണിക്കൂറോളമാകുന്നു. ഓട്ടോയുടെ എൻജിൻ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ജനവാസം കുറഞ്ഞ ഏതോ ഒരു ലോകത്തിലൂടെയാണ് യാത്രയെന്ന് അവന് തോന്നി തുടങ്ങി. ഏകദേശം 5 മണിയോടെ അവൻ ചെകുത്താൻ പാറ എന്ന ബോർഡ് കണ്ടു. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഇടുങ്ങിയ മൺപാതയിലൂടെ 1/2 കിലോമീറ്റർ കൂടി പോയപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പഴയ കെട്ടിടം അവൻ കണ്ടു. ഹൈറേഞ്ച് ബേക്കേഴ്സ്. അതൊരു ബേക്കറിയായി അവന് തോന്നിയില്ല. കൂടുതൽ സമയം പണ്ടെങ്ങോ പൂട്ടിപ്പോയ ഏതോ ഒരു ഗോഡൌണിനോടായിരുന്നു. മുൻവശത്തെ വാതിൽ തുറന്ന് പ്രായമായ ഒരാൾ പുറത്തേക്ക് വന്നു. അയാളുടെ നോട്ടം വല്ലാതെ തുളച്ചു കയറുന്നതായിരുന്നു. സാധനം ഇറക്കിക്കോ, അയാൾ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. രാഹുൽ വേഗം തന്നെ പെട്ടികൾ ഇറക്കി. അതിശയമെന്നല്ലാതെ എന്തു പറയാൻ. അത്രയും സാധനങ്ങൾ വയ്ക്കാൻ പോലും ആ കടയ്ക്കുള്ളിൽ സ്ഥലമുണ്ടായിരുന്നില്ല. അയാൾ പണം എണ്ണി നൽകി. ഇരുട്ടുന്നതിനു മുമ്പ് പൊക്കോ, ഈ വഴിയിൽ രാത്രി ആന ഇറങ്ങും, അയാൾ പറഞ്ഞു. അതൊരു സാധാരണ മുന്നറിയിപ്പായിരുന്നെങ്കിലും അയാളുടെ ശബ്ദത്തിൽ എന്തോ പന്തികേട് രാഹുലിന് അനുഭവപ്പെട്ടു. അവൻ വണ്ടി തിരിക്കുമ്പോൾ സമയം 6:30 കഴിഞ്ഞിരുന്നു. ഹൈറേഞ്ച് മേഖലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടു വീണു. കാടിൻ്റെ നിശബ്ദതയ്ക്ക് കനം വെച്ചു. കാലിയായ പ്ലാസ്റ്റിക് ട്രേകൾ പിന്നിലെ പെട്ടിയിൽ കിടന്ന് കുലുങ്ങുന്ന ശബ്ദം മാത്രം. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. തിരികെ മൺപാത കടന്ന് ടാർ റോഡിലേക്ക് കയറിയപ്പോൾ പൂർണ്ണമായും ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഓട്ടോയുടെ മഞ്ഞ ഹെഡ്ലൈറ്റ് ദുർബലമായി ആ ഇരുട്ടിനെ കീറിമുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. മരച്ചില്ലകൾ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുന്നോട്ട് പോകുന്തോറും ആ പ്രായമായ മനുഷ്യൻ്റെ നോട്ടം അവൻ്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. പെട്ടെന്ന് ഓട്ടോയുടെ വേഗത കുറയുന്നത് പോലെ അവന് തോന്നി. ആരോ വണ്ടി പിന്നോട്ട് വലിക്കുന്നത് പോലെ. അവൻ ആക്സിലേറ്ററിൽ കൂടുതൽ ചവിട്ടി. എഞ്ചിൻ ആഞ്ഞു മുരണ്ടു. പക്ഷേ വണ്ടിക്ക് നീങ്ങാനൊരു മടി. നാശം, ഈ നേരത്തൊരു പണി കിട്ടിയല്ലോ, അവൻ പിറുപിറുത്തു. അവൻ ഓട്ടോ റോഡിൻ്റെ വശത്തേക്ക് ഒതുക്കി നിർത്തി. ഹെഡ്ലൈറ്റ് അണച്ചു. ഭയപ്പെടുത്തുന്ന നിശബ്ദത. ചിവീടുകളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി ടയറുകൾ പരിശോധിച്ചു. കാറ്റുണ്ട്. പിന്നിലെ പെട്ടിയുടെ ഭാഗത്തേക്ക് അവൻ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം തെളിച്ചു. എല്ലാം സാധാരണ നിലയിൽ തന്നെ. ഒരുപക്ഷെ കയറ്റം കയറുന്നതുകൊണ്ടാവാം. അവൻ തിരികെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ താക്കോൽ തിരിച്ചപ്പോൾ അവൻ്റെ നോട്ടം ഡ്രൈവറുടെ ക്യാബിനും പിന്നിലെ പെട്ടിയും വേർതിരിക്കുന്ന ആ ചെറിയ ഗ്ലാസ് പാളിയിലേക്ക് നീണ്ടു. അവിടെ ആ ഇരുട്ടിൽ കാലിയായ ട്രേകൾക്കിടയിൽ ഒരു നിഴലനങ്ങിയതായി അവന് തോന്നി. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. തോന്നിയതായിരിക്കും. പിന്നിലെ പെട്ടിയിൽ എന്ത് നിഴൽ? അതിൻ്റെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയതാണ്. അവൻ വീണ്ടും താക്കോൽ തിരിച്ചതും വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ അപ്പോൾ പിന്നിലെ പെട്ടിക്കുള്ളിൽ നിന്ന് കാലിയായ ഒരു പ്ലാസ്റ്റിക് ട്രേ നിരങ്ങി നീങ്ങുന്നതിൻ്റെ വ്യക്തമായ ശബ്ദം അവൻ കേട്ടു. രാഹുലിൻ്റെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. നട്ടലിലൂടെ ഒരു തണുപ്പരിച്ചു കയറി. ഒരു ശബ്ദം. പിന്നിലെ പെട്ടിയിൽ ആരോ ഒരു ട്രേ എടുത്തു വയ്ക്കുന്നത് പോലെ. അവൻ വണ്ടി നിർത്തിയില്ല. ആക്സിലേറ്ററിൽ കാൽ അമർത്തി ചവിട്ടി. ഓട്ടോ മുന്നോട്ട് കുതിച്ചു.
മോശം റോഡ് കാരണം ട്രേകൾ തെന്നുന്നതായിരിക്കും. അവൻ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ യുക്തിയെ ഭയം കീഴടക്കിയിരുന്നു. ആ കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് അനുഭവപ്പെട്ട അസാധാരണമായ ഭാരം അവൻ ഓർത്തു. ശൂന്യമായ പെട്ടികളുമായി മടങ്ങുമ്പോൾ തൻ്റെ വണ്ടി ഒരു ഭാരവുമില്ലാതെ പറക്കേണ്ടതാണ്. എന്നാലിപ്പോൾ ആരോ അല്ലെങ്കിൽ എന്തോ ഒന്ന് പിന്നിൽ കയറിയിരിക്കുന്നത് പോലെ. റോഡ് കൂടുതൽ മോശമായി. ഇരുവശത്തും ഇടതൂർന്ന കാട്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം വകഞ്ഞു മാറ്റി ഏത് നിമിഷവും എന്തും മുന്നിലേക്ക് ചാടി വീഴാമെന്ന അവസ്ഥ. അവൻ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു. അവൻ്റെ കൈകൾ വിയർക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ഓട്ടോ ഒരു ചെറിയ വളവ് തിരിയുമ്പോൾ പിന്നിലെ പെട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായൊരു ഇളക്കം. എന്തോ ഒന്ന് ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് അതിശക്തമായി ഇടിച്ചതുപോലെ. ആ ശബ്ദത്തിൽ ഓട്ടോ ഒന്നുലഞ്ഞു. രാഹുൽ ഞെട്ടി ബ്രേക്കിൽ ചവിട്ടി. വണ്ടി നിന്നതും എഞ്ചിൻ ഓഫായതും ഒരുമിച്ചായിരുന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. വീണ്ടും അതേ കൂരിരുട്ട്. അവൻ്റെ ഹൃദയം പടപടാമിടിച്ചു. അവൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. എന്താണത്? വല്ല മരക്കഷ്ണവും വന്നിടിച്ചതാണോ? അതോ? അവൻ മെല്ലെ ഡോർ തുറക്കാൻ കൈനീട്ടി. അപ്പോൾ തൊട്ടുപിന്നിലെ ലോഹഭിത്തിയിൽ അകത്തു നിന്ന് ആരോ ഒരാൾ ആഞ്ഞൊരു ചവിട്ടി. ഓട്ടോയുടെ ക്യാബിൻ മുഴുവൻ ആ പ്രകമ്പനത്തിൽ വിറച്ചു. രാഹുൽ നിലവിളിച്ചു പോയി. അവൻ ഭയത്തോടെ തിരിഞ്ഞ് ആ ചെറിയ ഗ്ലാസ് പാളിയിലൂടെ പിന്നിലേക്ക് നോക്കി. ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാനില്ല. ആരാ അത്? ആരാ എൻ്റെ വണ്ടിക്കകത്ത്? അവൻ വിറയലോടെ ചോദിച്ചു. മറുപടിയില്ല. പകരം മറ്റൊരു ശബ്ദം. അവൻ്റെ സീറ്റിന് തൊട്ടുപിന്നിൽ ആ ലോഹഭിത്തിയിൽ ആരോ ഒരാൾ വിരലുകൊണ്ട് പതുക്കെ മാന്താൻ തുടങ്ങി. ഒരു നായയോ പൂച്ചയോ ഭിത്തിയിൽ മാന്തുന്നത് പോലെയല്ല, ഊർത്ത നഖങ്ങൾ കൊണ്ട് ലോഹത്തിൽ ഉരസുന്നതിൻ്റെ അസഹനീയമായ ശബ്ദം. രാഹുൽ ഭ്രാന്തമായി താക്കോൽ തിരിക്കാൻ തുടങ്ങി. എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. സ്റ്റാർട്ടാവ്, നാശം! അവൻ ഉറക്കെ അലറി. ആ മാന്തൽ ശബ്ദത്തിന് ശക്തി കൂടി. അതോടൊപ്പം പിന്നിലെ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു ഞരക്കം കേൾക്കാൻ തുടങ്ങി. ഭാരമുള്ള എന്തോ ഒന്ന് അതിൻ്റെ ഇരിപ്പിടം ശരിയാക്കുന്നതുപോലെ. വണ്ടി അത് പതുക്കെ താഴുന്നതുപോലെ. പിന്നിലെ ടയറുകൾ മണ്ണിലേക്ക് അമരുകയാണ്. ആരോ മനഃപൂർവ്വം വണ്ടിയുടെ ഭാരം കൂട്ടുകയാണ്. രാഹുൽ പേടിച്ച് കരയാൻ തുടങ്ങി. അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടാൻ തീരുമാനിച്ചു. ആ ഇരുട്ടിലേക്ക്, കാട്ടിലേക്ക്. പക്ഷേ അവിടെ എങ്ങോട്ട് ഓടാനാണ്? അവൻ ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ച നിമിഷം ആ മാന്തൽ നിന്നു. പൂർണ്ണ നിശബ്ദത. അവൻ കാതോർത്തു. ഒന്നും കേൾക്കാനില്ല. അവൻ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും താക്കോൽ തിരിച്ചു. എഞ്ചിൻ ജീവൻ വെച്ചു. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. ആ വെളിച്ചത്തിൽ മുന്നിലെ റോഡിൽ ഏകദേശം 20 മീറ്റർ അകലെ വെളുത്ത എന്തോ ഒന്ന് വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അതൊരു രൂപമായിരുന്നില്ല, ഒരു കെട്ടുപോലെ. രാഹുൽ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. വെളിച്ചം അതിനടുത്തേക്ക് എത്തിയപ്പോൾ അവനത് കണ്ടു. റോഡിന് നടുവിൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ കെട്ട്, ഒരു കുഞ്ഞിനെ പൊതിഞ്ഞെടുത്തിരിക്കുന്നത് പോലെ. രാഹുൽ വണ്ടി സ്ലോ ചെയ്തു. ആരാണ് ഈ നട്ടപ്പാതിരയ്ക്ക് കാടിന് നടുവിൽ? അവൻ വണ്ടി നിർത്തി. ഇറങ്ങണോ വേണ്ടയോ എന്നവൻ സംശയിച്ചു നിന്നു. അവൻ ഡോർ തുറന്ന് പകുതി പുറത്തേക്കിറങ്ങി ആ കെട്ടിനെ നോക്കി. പെട്ടെന്ന് അവൻ്റെ ഓട്ടോയുടെ പിന്നിലെ പെട്ടിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിലെ പെട്ടിയുടെ ഇരുമ്പുവാതിൽ പതുക്കെ തുറന്ന് അതിനുള്ളിലെ കൂരിരുട്ടിൽ നിന്ന് 2 ചുവന്ന കണ്ണുകൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ ചുവന്ന കണ്ണുകൾ, അവ ഇരുട്ടിൽ 2 തീക്കനലുകൾ പോലെ ജ്വലിച്ചു നിന്നു. രാഹുലിൻ്റെ തൊണ്ട വറ്റി വരണ്ടു. നിലവിളിക്കാൻ പോലുമാകാതെ അവൻ തരിച്ചു നിന്നു. അവൻ്റെ വണ്ടിക്കുള്ളിൽ, പുറത്തുനിന്ന് പൂട്ടിയ പെട്ടിക്കുള്ളിൽ എന്തോ ഒന്ന് കയറിയിരിക്കുന്നു. അത് ഹൈറേഞ്ച് ബേക്കറിയിൽ വെച്ച് സംഭവിച്ചതാണോ? അതോ ആ പ്രായമായ മനുഷ്യൻ? ചിന്തകൾ കാട് കയറും മുമ്പേ ആ ചുവന്ന കണ്ണുകൾ ഇരുട്ടിൽ ഒന്നുയർന്നു താണു. ആ ജീവി അത് എഴുന്നേൽക്കുകയാണ്. ഓട്! അവൻ്റെ അബോധ മനസ്സ് അവനോട് പറഞ്ഞു. രാഹുൽ തിരികെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടി വീണ് ഡോർ വലിച്ചടച്ചു. ഗിയർ 1ലേക്കിട്ട് ആക്സിലേറ്റർ തറയിലേക്ക് ചവിട്ടി. ഓട്ടോ മുന്നോട്ട് കുതിച്ചു. റോഡിൽ കിടന്ന ആ വെള്ളക്കെട്ട് അവനത് ശ്രദ്ധിച്ചതേയില്ല. വണ്ടി അതിനു മുകളിലൂടെ കയറിയിറങ്ങി. അയ്യോ! ഒരു കുഞ്ഞിൻ്റെ നേർത്ത കരച്ചിൽ പോലെ ഒരു ശബ്ദം. അതോ വെറും തോന്നലോ? വണ്ടി എന്തോ ഒന്നിനെ ചതച്ചരച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. അവൻ റിയർ വ്യൂ മിററിലൂടെ പിന്നിലേക്ക് നോക്കി. ആ കെട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ പിന്നിലെ പെട്ടിയുടെ വാതിൽ, അത് മലർക്കെ തുറന്ന് കാറ്റിൽ ആടിയുലയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയം നിലയ്ക്കുന്നതുപോലെയായി. അതിനുള്ളിലുണ്ടായിരുന്നത്, അതിപ്പോൾ എവിടെയാണ്? അത് പുറത്തിറങ്ങിയോ? വണ്ടി നിർത്താൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. ആ വാതിലടയ്ക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അവൻ ഓട്ടോയുടെ വേഗത കൂട്ടി. ആ മലയിടുക്കുകളിലെ വളവുകളിലൂടെ അവൻ ഭ്രാന്തമായി വണ്ടി ഓടിച്ചു.
പിന്നിലെ തുറന്ന വാതിൽ ഓട്ടോയുടെ ബോഡിയിലിടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓരോ ശബ്ദവും അവൻ്റെ നെഞ്ചിലാണ് വന്ന് പതിച്ചത്. ദൈവമേ, എന്നെ രക്ഷിക്കണേ, അവൻ അറിയാതെ പ്രാർത്ഥിച്ചു. ഏകദേശം 10 മിനിറ്റ് അവൻ അങ്ങനെ ഓടിച്ചു കാണും. ഒരു കയറ്റം കയറി ഇറങ്ങുമ്പോൾ ദൂരെ ഒരു വെളിച്ചം അവൻ കണ്ടു. ഒരു തെരുവ് വിളക്ക്. ജനവാസമുള്ള എവിടെയോ എത്തുകയാണ്. ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് അവനിൽ നിന്നുയർന്നു. പെട്ടെന്ന് അതിശക്തമായ ഒരിടിയിൽ ഓട്ടോ നിന്നു. എൻജിൻ വീണ്ടും ഓഫായി. ഇത്തവണ പക്ഷേ ഹെഡ്ലൈറ്റ് അണഞ്ഞില്ല. അതിൻ്റെ വെളിച്ചത്തിൽ അവനത് കണ്ടു. ഒരു കൂറ്റൻ മരം റോഡിനു കുറുകെ കടപുഴകി വീണിരിക്കുന്നു. വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ടു പോകാനാവില്ല. അവൻ്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. അവൻ സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ച് കിതച്ചു. ഇനി എന്തു ചെയ്യും? വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ല. തുറന്ന വാതിലുമായി പിന്നോട്ട് ആ ഇരുട്ടിലേക്ക് പോവുക അസാധ്യമാണ്. അവൻ നിസ്സഹായനായി ഇരുന്നു. അപ്പോഴാണ് അവനത് കേട്ടത്. ഓട്ടോയുടെ മുകളിലൂടെ ആരോ നടക്കുന്നത് പോലെ, അല്ല, 4 കാലിൽ ഓടുന്നത് പോലൊരു ശബ്ദം. അവൻ്റെ ഓട്ടോയുടെ നേർത്ത തകര ഷീറ്റിന് മുകളിലൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. രാഹുൽ തലയുയർത്തി മുകളിലേക്ക് നോക്കി. അവൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു നേർത്ത ഒച്ച പുറത്തു വന്നു. ആ ഓട്ടം പെട്ടെന്ന് നിന്നു. പിന്നെ ഡ്രൈവർ സീറ്റിന് തൊട്ടു മുകളിലെ തകരപ്പാളിയിൽ ആരോ ശക്തമായി മാന്താൻ തുടങ്ങി. തകര കീറിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. പെയിന്റ് പാളികൾ അടർന്ന് അവൻ്റെ തലയിലേക്ക് വീണു. പോ, എന്നെ വിട്ടുപോ, രാഹുൽ അലറിക്കരഞ്ഞു. അവൻ സീറ്റിൽ കുനിഞ്ഞിരുന്നു. പെട്ടെന്നെല്ലാം നിശബ്ദമായി. മാന്തൽ ശബ്ദം നിന്നു. രാഹുൽ ഭയത്തോടെ തലയുയർത്തി അവൻ്റെ ക്യാബിനിലെ വശത്തെ കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ ആ കണ്ണാടിയിൽ അവൻ്റെ പിന്നിലെ പെട്ടിയുടെ മുകളിൽ 4 കാലിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു രൂപം. അല്ല, അത് തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ നീണ്ട മുടി നിലത്ത് മുട്ടിയിഴയുന്നു. അത് പതുക്കെ തലതിരിച്ച് കണ്ണാടിയിലൂടെ നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതൊരു സാധാരണ മുഖമായിരുന്നില്ല. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ മുഖം പോലെ. പക്ഷേ കണ്ണുകളുടെ സ്ഥാനത്ത് 2 ചുവന്ന കുഴികൾ, വായുടെ സ്ഥാനത്ത് കീറിയ ഒരു മുറിവ്. അത് അവനെ നോക്കി ചിരിച്ചു. രാഹുൽ ബോധം കെട്ട് സ്റ്റിയറിങ്ങിലേക്ക് വീണു. ഒരു ഞെട്ടലോടെയാണ് രാഹുലിൻ്റെ ബോധം തിരികെ വന്നത്. തല സ്റ്റിയറിങ്ങിൽ ഇടിച്ച് മുറിഞ്ഞിരിക്കുന്നു. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം കട്ട പിടിച്ച് കൺപോളകളെ ഒട്ടിച്ചിരുന്നു. അവൻ ആദ്യം കരുതിയത് അതൊരു ഭീകര സ്വപ്നമായിരുന്നു എന്നാണ്. അവൻ ആശ്വാസത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. പക്ഷേ കാഴ്ച തെളിഞ്ഞപ്പോൾ അവൻ്റെ ആശ്വാസം തണുത്തുറഞ്ഞു. ഒന്നും മാറിയിട്ടില്ല. താൻ പെട്ടിയോട്ടോയുടെ ക്യാബിനുള്ളിൽ അതേ ഇരിപ്പാണ്. മുന്നിൽ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ കൂറ്റൻ മരം വീണ് കിടക്കുന്നു. എഞ്ചിനിപ്പോഴും നിശബ്ദമാണ്. താൻ എത്ര നേരം ബോധം കെട്ടു കിടന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ മൊബൈൽ ഫോൺ എടുത്തു നോക്കി. സിഗ്നലില്ല. സമയം പുലർച്ചെ 1:30. അവൻ്റെ ഓർമ്മയിലേക്ക് ആ രൂപം തെളിഞ്ഞു വന്നു. കണ്ണാടിയിലൂടെ കണ്ട തലകീഴായി തൂങ്ങിയാടുന്ന ആ ഭീകരരൂപം. അവൻ ഭയത്തോടെ വശത്തെ കണ്ണാടിയിലേക്ക് നോക്കി. ആരുമില്ല. അവൻ തലയുയർത്തി മുകളിലേക്ക് നോക്കി. തകരപ്പാളിയിൽ ഒരു കുഴിവ് മാത്രം. മാന്തിയ പാടുകളുമില്ല. അവൻ്റെ ഉള്ളിൽ ഒരു സംശയം മുളപൊട്ടി. തനിക്ക് തോന്നിയതാണോ? ഭയം കാരണം? അല്ലെങ്കിൽ ഉറക്കക്കുറവ് കാരണം? അവൻ സ്വയം ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല, ഇതൊക്കെ വെറും തോന്നല, അവൻ തന്നോട് തന്നെ പറഞ്ഞു. അവൻ വീണ്ടും താക്കോൽ തിരിച്ചു. എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. നാശം. അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു. ഇനി എന്തു ചെയ്യും? ഈ കാടിന് നടുവിൽ, തകർന്ന വണ്ടിയിൽ. തിരികെ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഇരുട്ടിലേക്ക്, പിന്നിലേക്ക് നോക്കാൻ പോലും അവന് ധൈര്യമില്ലായിരുന്നു. അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇനി പ്രഭാതമാവുക എന്നൊരു വഴി മാത്രമേ മുന്നിലുള്ളൂ. രാവിലെ ആകുമ്പോൾ ആരെങ്കിലും വരും. അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടന്ന് ആരോടെങ്കിലും സഹായം തേടാം. അവൻ ഡോറുകൾ ലോക്ക് ചെയ്തു. ഗ്ലാസുകൾ പൂർണ്ണമായും കയറ്റിയിട്ടു. ക്യാബിനുള്ളിൽ താൻ സുരക്ഷിതനാണ്. അവൻ കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് ആ മണം അവനറിഞ്ഞത്. അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഗന്ധം. അഴുകിയ മാംസത്തിൻ്റെ മനം പിരട്ടുന്ന ഗന്ധം. അതവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. ക്യാബിനുള്ളിൽ, ഈ അടഞ്ഞ വണ്ടിക്കുള്ളിൽ ഈ മണം എവിടെ നിന്നാണ് വരുന്നത്? അവൻ ശ്വാസം അടക്കിപ്പിടിച്ചു. അതോടൊപ്പം മറ്റൊരു ശബ്ദവും. ഒരു താരാട്ട്. വളരെ നേർത്ത. ആരോ കാതിലെന്നോണം മൂളുന്ന ഒരു താരാട്ട്. പക്ഷേ അതിന് ഈണമുണ്ടായിരുന്നില്ല. വരികൾ വ്യക്തമല്ല. എന്നാൽ അതൊരു താരാട്ടാണെന്ന് അവൻ ഉറപ്പായിരുന്നു. അവൻ്റെ രോമകൂപങ്ങൾ വീണ്ടും എഴുന്നു നിന്നു. അത് പുറത്തുനിന്നാണ് വരുന്നത്. കാടിൻ്റെ ഇരുട്ടിൽ നിന്ന്. അവൻ ഭയത്തോടെ മുൻവശത്തെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. മരത്തിനപ്പുറത്ത് കൂരിരുട്ട് മാത്രം. താരാട്ട് പാടുന്നത് ഒരു സ്ത്രീ ശബ്ദമാണ്.
പക്ഷേ അത് വിചിത്രമാം വിധം വികലമായിരുന്നു. ആ ശബ്ദം പതുക്കെ പതുക്കെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. വണ്ടിക്ക് പിന്നിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് അവൻ്റെ വണ്ടിയെ ചുറ്റിപ്പറ്റി ആരോ നടക്കുന്നത് പോലെ. അവൻ സീറ്റിൽ അനങ്ങാതെയിരുന്നു. ആ മൂളൽ അത് പതുക്കെ പതുക്കെ അവൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോറിന് തൊട്ടടുത്തായി വന്നു നിന്നു. അവൻ ശ്വാസം വിടാൻ പോലും ഭയന്നു. പിന്നെ ആരോ ഒരാൾ ഡോറിൻ്റെ ഗ്ലാസ്സിൽ പതുക്കെ തട്ടി. രാഹുൽ തണുത്തുറഞ്ഞുപോയി. അവൻ്റെ ശരീരം അനക്കാൻ കഴിയാത്ത വിധം മരവിച്ചിരുന്നു. അവൻ ആ വശത്തേക്ക് നോക്കിയില്ല. അവൻ അതിന് സാധിക്കില്ലായിരുന്നു. തട്ടലിൻ്റെ ശക്തി കൂടി. അതൊരു കൂർത്ത എന്തോ ഒന്നുകൊണ്ട്, ഒരു പക്ഷേ നീണ്ട നഖങ്ങൾ കൊണ്ട് ഗ്ലാസിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. വാതിൽ തുറക്ക്. ഒരു സ്ത്രീയുടെ ശബ്ദം. തണുത്തുറഞ്ഞ എന്നാൽ കേൾക്കുന്നവൻ്റെ ഹൃദയം പിളർക്കുന്നത്ര മധുരമായ ശബ്ദം. എൻ്റെ കുഞ്ഞിന് തണുക്കുന്നു, വാതിൽ തുറക്ക്. രാഹുൽ നിലവിളിച്ചുകൊണ്ട് എതിർവശത്തെ ഡോറിലേക്ക് പറ്റിയിരുന്നു. ഇല്ല, ഞാൻ തുറക്കില്ല, പോ, എന്നെ വിട്ടുപോ. അവൻ്റെ മറുപടി കേട്ടിട്ടെന്നോണം പുറത്തെ ശബ്ദം നിന്നു. ഭയപ്പെടുത്തുന്ന നിശബ്ദത. രാഹുൽ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് ഓട്ടോയുടെ ഹെഡ്ലൈറ്റുകൾ മിന്നിത്തുടങ്ങി. ആ വെളിച്ചം വീഴുന്നതിനിടയിൽ മുന്നിൽ മരത്തിനപ്പുറം ഒരു നിഴലനങ്ങിയത് അവൻ കണ്ടു. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. വേണ്ട, എനിക്കൊന്നും കാണണ്ട. പക്ഷേ ഭയം അവനെക്കൊണ്ടത് ചെയ്യിച്ചു. അവൻ പതുക്കെ കണ്ണു തുറന്ന് വശത്തെ കണ്ണാടിയിലേക്ക് നോക്കി. അവിടെയാണ് അവനത് കണ്ടത്. റോഡിനു കുറുകെ വീണ് കിടക്കുന്ന മരത്തിനടുത്ത് വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ രൂപം. അവൾ അവന് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അവളുടെ നീണ്ട മുടി നിലത്തിഴയുന്നുണ്ടായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് കാടിന് നടുവിൽ ഒരു സ്ത്രീ. അത് ജീവനുള്ളതല്ലെന്ന് അവൻ്റെ മനസ്സ് 100 തവണ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. ആ ചുവന്ന കണ്ണുകൾ, തലകീഴായി തൂങ്ങിക്കിടന്ന രൂപം, ഈ താരാട്ട്, ഈ സ്ത്രീ എല്ലാം ഒന്നു തന്നെയാണോ? അതോ ഏതെങ്കിലും വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണോ? ആ സ്ത്രീരൂപം അനങ്ങാതെ നിൽക്കുകയാണ്. താരാട്ടുപാട്ട് വീണ്ടും തുടങ്ങി. ഇത്തവണ അവളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. അവൾ പതുക്കെ തിരിയാൻ തുടങ്ങി. അവളുടെ ശരീരം ചലിക്കാതെ കഴുത്ത് മാത്രം പൂർണ്ണമായും പുറകോട്ട് തിരിഞ്ഞു. രാഹുലിൻ്റെ ശ്വാസം നിലച്ചു. അവൾ പൂർണ്ണമായും അവൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു നിലവിളിയുയർന്ന് തൊണ്ടയിൽ കുരുങ്ങി. അവൾക്ക് മുഖമില്ലായിരുന്നു. കണ്ണുകളോ മൂക്കോ വായോ ഇല്ലാതെ മിനുസമാർന്ന വിളറിയ ചർമ്മം മാത്രം. ആ മുഖമില്ലായ്മയിൽ നിന്ന് ആ താരാട്ടുപാട്ട് ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. അവൾ അവനെ നോക്കി. എന്നിട്ട് ഓട്ടോയെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അല്ല, അതൊരു നടത്തമായിരുന്നില്ല. കാലുകൾ നിലത്തുകുത്താതെ നിലത്തിന് 1 ഇഞ്ച് മുകളിലൂടെ അത് ഒഴുകി നീങ്ങുകയായിരുന്നു. വേണ്ട, വരരുത്, ഇങ്ങോട്ട് വരരുത്. രാഹുലിൻ്റെ ശബ്ദം വിറകൊണ്ടു. ഓട്ടോയുടെ ഹെഡ്ലൈറ്റുകൾ അതിവേഗം മിന്നി അണയാൻ തുടങ്ങി. ലൈറ്റുകൾ ഓരോ തവണ മിന്നിത്തെളിയുമ്പോഴും അവൾ കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരുന്നു. ലൈറ്റ് ഒരു തവണ മിന്നിത്തെളിഞ്ഞു. അവൾ 20 അടി അകലെ. ലൈറ്റ് വീണ്ടും ഒരു തവണ മിന്നിത്തെളിഞ്ഞു. അവൾ 10 അടി അകലെ. ലൈറ്റ് ഒരിക്കൽ കൂടി മിന്നിത്തെളിഞ്ഞു. അവളിപ്പോൾ ഓട്ടോയ്ക്ക് തൊട്ടു മുന്നിലാണ്. അവൾ തൻ്റെ വിളറിയ കൈ ഉയർത്തി ഡ്രൈവർ സൈഡിലെ ഗ്ലാസ്സിലേക്ക് നീട്ടി. ഹെഡ്ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞു. കൂരിരുട്ട്. അവൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് പൊട്ടാൻ തുടങ്ങുന്ന ശബ്ദം അവൻ കേട്ടു. ആ തണുത്ത കൈവിരലുകൾ ഗ്ലാസ്സിൽ അമരുകയാണ്. രാഹുൽ കണ്ണുകൾ ഇറുക്കി അടച്ചലറി. പെട്ടെന്ന് ക്യാബിനുള്ളിൽ പ്രകാശപൂരിതമായി. അന്ധനാക്കുന്ന വെളിച്ചം. 2 ഹെഡ്ലൈറ്റുകൾ. പിന്നിൽ നിന്നൊരു വാഹനം വരുന്നു. ആ വെളിച്ചം രാഹുലിൻ്റെ സിരകളിലേക്ക് അവിശ്വസനീയമായൊരു ആശ്വാസം പകർന്നു. രക്ഷപ്പെട്ടു, ആരോ വരുന്നു. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിൽ അവൻ വന്ന അതേ വഴിയിലൂടെ ഒരു വളവ് തിരിഞ്ഞ് ശക്തമായ ഹെഡ്ലൈറ്റുകളോടെ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. അവൻ്റെ തൊട്ടടുത്ത ഗ്ലാസ്സിലെ മർദ്ദമില്ലാതായി. ആ ശബ്ദം നിന്നിരുന്നു. അവൻ തിരികെ വശത്തെ കണ്ണാടിയിലേക്ക് നോക്കി. ആ മുഖമില്ലാത്ത സ്ത്രീരൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. ദൈവമേ, നന്ദിയുണ്ട്. അവൻ കരഞ്ഞുപോയി. അവൻ്റെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു. അവൻ ജീപ്പിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഭ്രാന്തമായി ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. ജീപ്പ് ഏകദേശം 30 മീറ്റർ പിന്നിലായി നിർത്തി. അതിൻ്റെ എഞ്ചിൻ ഇരമ്പുന്നത് അവന് കേൾക്കാമായിരുന്നു. ഡ്രൈവർ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. കയ്യിൽ ശക്തമായൊരു ടോർച്ചുമായി ഒരു വലിയ രൂപം. ഹലോ, ആരാണിവിടെ? എന്താ പറ്റിയത്? പ്രായമുള്ള ഒരു പുരുഷൻ്റെ പരുക്കൻ ശബ്ദം. രക്ഷിക്കണം, രക്ഷിക്കണം. രാഹുലിൻ്റെ ശബ്ദം തൊണ്ടയിൽ കിടന്ന് ചിതറി. വണ്ടി സ്റ്റക്കായി, മുന്നിൽ മരം വീണ് കിടക്കുക. ആ മനുഷ്യൻ ടോർച്ച് തെളിച്ച് പതുക്കെ നടന്നു വന്നു. പേടിക്കേണ്ട മോനെ, ഈ ചെകുത്താമ്പാറ വഴിയിൽ ഇതൊക്കെ പതിവാ.
ആ ശബ്ദത്തിലെ ധൈര്യം രാഹുലിന് പകർന്ന ആശ്വാസം ചെറുതല്ലായിരുന്നു. അയാൾ പ്രായമായൊരു മനുഷ്യനായിരുന്നു. കാക്കി പാൻസും ഷർട്ടുമാണ് വേഷം. ഒരുപക്ഷെ ഫോറസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും എസ്റ്റേറ്റിലെ വാച്ചറോ ആകാം. അയാൾ ഓട്ടോയുടെ അടുത്തേക്ക് വന്ന് രാഹുലിൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. നീ എന്താ ഈ നട്ടപ്പാതിരയ്ക്ക് ഈ വഴിക്ക്? കണ്ടിട്ട് ടൗണിൽ നിന്നുള്ള വണ്ടി പോലെയുണ്ടല്ലോ. രാഹുൽ കിതപ്പോടെ കാര്യങ്ങൾ പറഞ്ഞു. ബേക്കറി ഡെലിവറി, പുതിയ റൂട്ട്, വണ്ടി കേടായത്, മരം വീണത്. പക്ഷേ പ്രേതത്തെക്കുറിച്ചോ ആ ഭീകരരൂപങ്ങളെക്കുറിച്ചോ അവൻ ഒരക്ഷരം മിണ്ടിയില്ല. ഈ മനുഷ്യൻ തന്നെ ഒരു ഭ്രാന്തനായി കണ്ടാലോ? ശരി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കട്ടെ, അയാൾ പറഞ്ഞു. അയാൾ ടോർച്ചടിച്ച് മുന്നോട്ട് നടന്ന് വീണ് കിടക്കുന്ന മരത്തെ പരിശോധിച്ചു. ഓ, ഇത് നിസാര മരമല്ല, നല്ല മുഴുത്ത തടി. ഇത് മുറിച്ചു മാറ്റാതെ വഴി ക്ലിയറാവില്ല. രാവിലെ റേഞ്ച് ഓഫീസിൽ നിന്ന് ആള് വരണം. രാഹുലിൻ്റെ നെഞ്ച് തകർന്നു. അയ്യോ, അപ്പോൾ നീ ഇനി എന്ത് ചെയ്യാനാ? എൻ്റെ കൂടെ ജീപ്പിൽ കയറ്. ടൗണിലെത്തുന്ന വഴിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇരിക്കാം. രാവിലെ വന്ന് വണ്ടി ശരിയാക്കാം. അതായിരുന്നു രാഹുൽ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ. വളരെ ഉപകാരം ചേട്ടാ. അവൻ ഡോർ തുറക്കാൻ ഭാവിച്ചു. നിൽക്ക്, ആ മനുഷ്യൻ പറഞ്ഞു. അയാളുടെ ശബ്ദം പെട്ടെന്ന് മാറിയിരുന്നു. അയാൾ ടോർച്ച് മരത്തിനപ്പുറത്തേക്ക് ആ ഇരുട്ടിലേക്ക് തെളിച്ചു. പിന്നെ പതുക്കെ അത് തിരികെ ഓട്ടോയിലേക്ക് കൊണ്ടുവന്നു. മോനെ, അയാളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ചേട്ടാ? രാഹുലിൻ്റെ ഹൃദയം വീണ്ടും പടപടാമിടിക്കാൻ തുടങ്ങി. നീ എന്താ ഇതുവരെ വണ്ടിയിൽ നിന്നിറങ്ങാതിരുന്നത്? അത് എനിക്ക് പേടിയായിട്ട്, ഒറ്റയ്ക്ക് തനിച്ചിങ്ങനെ, രാഹുൽ വിക്കി പറഞ്ഞു. അതുകൊണ്ടല്ല. ആ മനുഷ്യൻ ടോർച്ച് ബീം രാഹുലിൻ്റെ ഡ്രൈവർ സൈഡിലെ കണ്ണാടിയിലേക്ക് പതിപ്പിച്ചു. നീ എന്തിനാ അവളെ നിന്റെ കൂടെ കൂട്ടിയത്? രാഹുൽ അവിശ്വസനീയതയോടെ കണ്ണാടിയിലേക്ക് നോക്കി. ആ മുഖമില്ലാത്ത സ്ത്രീരൂപം അവൾ ഓട്ടോയുടെ മുകളിൽ തകര ഷീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ 2 കാലുകളും മുന്നിലെ ഗ്ലാസിന് മുകളിലൂടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അവളുടെ മുഖമില്ലാത്ത മുഖം അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് താഴേക്ക് കുനിഞ്ഞിരിക്കുന്നു. അവൾ നിന്നെ വിടില്ല മോനെ, ആ പ്രായമായ മനുഷ്യൻ വിറയലോടെ പറഞ്ഞു. അയാൾ പതുക്കെ പിന്നോട്ട് നടക്കാൻ തുടങ്ങി. ചേട്ടാ, പോകല്ലേ, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ, എന്നെ രക്ഷിക്കൂ, രാഹുൽ അലറിക്കരഞ്ഞു. നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, ആർക്കും. അയാൾ ഭ്രാന്തമായി തലയാട്ടി. നീ ആ റോഡിൽ കിടന്ന വെളുത്ത കെട്ടിന് മുകളിലൂടെ വണ്ടി കയറ്റിയല്ലേ? രാഹുലിൻ്റെ ഓർമ്മയിലേക്ക് അത് മിന്നൽ പോലെ കടന്നു വന്നു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ, അത് അവളുടെ കുഞ്ഞായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു തീർന്നതും തിരിഞ്ഞ് തൻ്റെ ജീപ്പിനെ ലക്ഷ്യമാക്കി ഓടി. ചേട്ടാ, പോവല്ലേ, നിൽക്കൂ, രാഹുൽ അലറി വിളിച്ചു. ഓട്ടോയുടെ മുകളിലിരുന്ന രൂപം പതുക്കെ തലചിരിച്ച് ആ ഓടുന്ന മനുഷ്യനെ നോക്കി. അയാൾ ഓടി ജീപ്പിൽ കയറി. സ്റ്റാർട്ടാക്ക്, വണ്ടിയെടുക്ക്, രാഹുൽ പ്രാർത്ഥിച്ചു. പക്ഷേ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കിയില്ല. പകരം ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. എൻജിൻ ശബ്ദം നിലച്ചു. പൂർണ്ണ നിശബ്ദത. അപ്പോൾ ആ ജീപ്പിനുള്ളിൽ നിന്ന് ആ പ്രായമായ മനുഷ്യൻ്റെ രക്തം മരവിപ്പിക്കുന്ന നിലവിളി ആ കാട് മുഴുവൻ മുഴങ്ങി. അതോടൊപ്പം ജീപ്പിൻ്റെ ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും. ആ പ്രായമായ മനുഷ്യൻ്റെ നിലവിളി കാടിൻ്റെ ഇരുട്ടിൽ അലിഞ്ഞില്ലാതായി. അതിനെ തുടർന്നുണ്ടായ നിശബ്ദത രാഹുൽ അതുവരെ അനുഭവിച്ച ഏതു ഭയത്തേക്കാളും ഭീകരമായിരുന്നു. അവൻ കണ്ണ് ചിമ്മാതെ ജീപ്പിലേക്ക് നോക്കി. 30 മീറ്റർ അകലെ അതൊരു വലിയ ഇരുമ്പ് ശവപ്പെട്ടിയായി നിശ്ചലമായി കിടന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഇനി തെളിയില്ല. അതിൻ്റെ എൻജിൻ അതിനി മുരണ്ടുണരില്ല. അവൻ്റെ അവസാനത്തെ പ്രതീക്ഷയുടെ വെളിച്ചമാണ് അവിടെ അണഞ്ഞത്. തന്നെ സഹായിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അയാൾ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ കാടിന് നടുവിൽ, ഈ വഴിയിൽ താനും ആ രൂപവും മാത്രം. അവളെവിടെ? രാഹുൽ വിറയലോടെ വശത്തെ കണ്ണാടിയിലേക്ക് നോക്കി. ആരുമില്ല. അവൻ തല ഉയർത്തി ഓട്ടോയുടെ മുകളിലെ തകരപ്പാളിയിലേക്ക് കാതോർത്തു. അനക്കമില്ല. മുന്നിലെ ഗ്ലാസ്സിലൂടെ താഴേക്ക് തൂങ്ങിക്കിടന്ന ആ കാലുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾ പോയോ? ഈ ഒളിച്ചുകളി, ഈ കാത്തിരിപ്പ്, ഇത് ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ്. അടുത്ത നീക്കം എവിടെ നിന്നായിരിക്കും? അവൻ നിസ്സഹായനായി സ്റ്റിയറിങ്ങിൽ തല ചായ്ച്ചിരുന്നു. കണ്ണീർ അവൻ്റെ കവിളിലൂടെ ഒഴുകി നെറ്റിയിലെ ഉണങ്ങിയ രക്തവുമായി കലർന്നു. ആ സമയം വീണ്ടും അത് കേട്ടു. രാഹുൽ ഞെട്ടി തലയുയർത്തി. ആ താരാട്ട്, അത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. അത് പുറത്തുനിന്നല്ല, അത് വളരെ അടുത്തുനിന്നാണ്. ഓട്ടോയ്ക്കുള്ളിൽ നിന്ന്. അവൻ്റെ രക്തം തണുത്തുറഞ്ഞ ഐസായി. ക്യാബിൻ അടച്ചിട്ടിരിക്കുകയാണ്.
പിന്നെ എങ്ങനെ? ആ ശബ്ദം വരുന്നത് തൊട്ടു പിന്നിൽ നിന്നാണ്. അവൻ ഭയത്തോടെ തിരിഞ്ഞു. ഡ്രൈവറുടെ ക്യാബിനും പിന്നിലെ ചരക്ക് പെട്ടിയും തമ്മിൽ വേർതിരിക്കുന്ന ആ ലോഹഭിത്തി, അതിനപ്പുറത്തു നിന്ന് അവൻ്റെ സ്വന്തം പെട്ടി ഓട്ടോയുടെ പുറത്തുനിന്ന് പൂട്ടിയ കാലിയായ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ താരാട്ട്. അവൻ ആ ഭിത്തിയിലെ ചെറിയ ഗ്ലാസ് പാളിയിലേക്ക് ഉറ്റുനോക്കി. ഇല്ല, ഇത് സത്യമല്ല. അവൻ ഭ്രാന്തമായി തലയാട്ടി. ഇത് തോന്നലായിരിക്കും. പക്ഷേ അതായിരുന്നില്ല സത്യം. അവൻ നോക്കി നിൽക്കെ ആ ചെറിയ ഗ്ലാസ് പാളി, അതിൽ ആവി പിടിക്കാൻ തുടങ്ങി. അത് തണുപ്പ് കൊണ്ടുള്ള ആവിയായിരുന്നില്ല, ചൂടുള്ള നിശ്വാസം ഗ്ലാസിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ. ആരോ ഒരാൾ ആ ഗ്ലാസിനോട് മുഖം ചേർത്ത് വെച്ച് അവൻ്റെ ക്യാബിനിലേക്ക് നോക്കിക്കൊണ്ട് ശ്വാസം എടുക്കുന്നത് പോലെ. ആവി പടർന്ന ഗ്ലാസിൽ പെട്ടിക്കുള്ളിലെ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം തെളിഞ്ഞു വന്നു. ഒരു ചെറിയ വിളറിയ കൈപ്പത്തി. അത് ആ ഗ്ലാസിൽ അകത്തുനിന്നമർന്നു. രാഹുൽ അലറി വിളിച്ചുകൊണ്ട് ഡ്രൈവർ സൈഡിലെ ഡോറിലേക്ക് ഒട്ടിയിരുന്നു. അവൻ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ആ കൈപ്പത്തി കണ്ടതും അവൻ്റെ സർവ്വധൈര്യവും ചോർന്നു പോയിരുന്നു. ആ കൈപ്പത്തി, അതിന് ആ വെളുത്ത കെട്ടിൽ കണ്ട തുണിയിൽ പൊതിഞ്ഞ രൂപത്തിൻ്റെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിൻ്റെ കൈപ്പത്തി പതുക്കെ ആ ഗ്ലാസിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങി. ആവിക്കിടയിൽ വൃത്തികെട്ട ഒരു പാട അവശേഷിപ്പിച്ചുകൊണ്ട് അത് ഇരുട്ടിലേക്ക് മറഞ്ഞു. അപ്പോൾ പിന്നിലെ പെട്ടിക്കുള്ളിൽ അത് സംഭവിച്ചു. അവിടെയുണ്ടായിരുന്ന കാലിയായ പ്ലാസ്റ്റിക് ട്രേകൾ ആരോ വാരിയെറിയാൻ തുടങ്ങി. ട്രേകൾ ലോഹഭിത്തിയിൽ അതിശക്തിയായി വന്നിടിക്കുന്ന ശബ്ദം അവൻ്റെ കാതുകളെ തുളച്ചു. ആരോ ഒരാൾ ആ ഇട്ടാവട്ടപ്പെട്ടിക്കുള്ളിൽ ഭ്രാന്തമായി അലറിക്കൊണ്ട് അക്രമം കാണിക്കുകയാണ്. രാഹുൽ ചെവി പൊത്തിപ്പിടിച്ചു. ആ ശബ്ദം പെട്ടെന്ന് നിന്നു. ട്രേകൾ എറിയുന്നത് നിന്നിരിക്കുന്നു. പകരം അവൻ്റെ സീറ്റിന് തൊട്ടു പിന്നിലെ ലോഹഭിത്തിയിൽ അതിശക്തമായ ഒരൊറ്റ ഇടി. അവൻ്റെ ഓട്ടോ മുഴുവൻ ആ ഇടിയിൽ കുലുങ്ങി. തല മുന്നിലെ ഗ്ലാസിൽ ചെന്നിടിക്കാതിരിക്കാൻ അവൻ സ്റ്റിയറിംഗിൽ ആഞ്ഞു പിടിച്ചു. അവൾ ക്യാബിനിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ഒരിടി, ഇത്തവണ കൂടുതൽ ശക്തമായി. അവൻ്റെ സീറ്റിന് പിന്നിലെ ലോഹഭിത്തി ചെറുതായി ഉള്ളിലേക്ക് വളഞ്ഞു. അത് നിർത്താതെ ഇടിക്കുകയാണ്. ഓരോ ഇടിക്കും ഓട്ടോയുടെ പിന്നിലെ ടയറുകൾ മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്നു. രാഹുൽ ഭ്രാന്തമായി മുന്നിലെ ഗ്ലാസ്സിലൂടെ നോക്കി. ആ മരം മാത്രമാണ് തൻ്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. എന്നെ വെറുതെ വിടൂ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ നിന്നോടൊന്നും ചെയ്തിട്ടില്ല, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആലർച്ച കേട്ടിട്ടെന്നോണം ഇടി നിന്നു. വീണ്ടും നിശബ്ദത. രാഹുൽ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഭയത്തോടെ തിരിഞ്ഞ് ആ വളഞ്ഞുപോയ ലോഹഭിത്തിയിലേക്ക് നോക്കി. ഇനി എന്ത്? ഉടനെ മറ്റൊരു ശബ്ദം, അകത്തുനിന്ന് നഖം കൊണ്ട് ലോഹത്തിൽ വരയുന്ന ശബ്ദം. ആ ഭിത്തിയിൽ അവൻ്റെ തലയ്ക്ക് തൊട്ടു പിന്നിലായി അത് മാന്താൻ തുടങ്ങി. പെട്ടെന്ന് ക്യാബിനിലെ മങ്ങിയ വെളിച്ചത്തിൽ അവനത് കണ്ടു. 2 ലോഹപ്പാളികൾ ചേരുന്ന വെൽഡിങ്ങിൽ ഒരു ചെറിയ വിടവ്. ആ വിടവിലൂടെ വെളുത്ത അഴുകിയ ഒരു വിരൽ ക്യാബിനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. ആ വിരൽ, അത് രാഹുലിൻ്റെ ക്യാബിനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തിരയുകയായിരുന്നു. അതിൻ്റെ അറ്റത്ത് നീണ്ട് വിളറിയ അഴുക്ക് നിറഞ്ഞൊരു നഖമുണ്ടായിരുന്നു. രാഹുൽ വെറുപ്പോടെ ഭയത്തോടെ അതിനെ നോക്കിയിരുന്നു. അതാ ചെറിയ വിടവിലൂടെ മുന്നോട്ടും പിന്നോട്ടും ചലിച്ചു. അവൻ എന്തോ എടുത്ത് അതിനെ അടിക്കാൻ തിരിഞ്ഞു. കയ്യിൽ കിട്ടിയത് ഒരു പഴയ സ്ക്രൂ ഡ്രൈവറാണ്. അവനൊരു വിറയലോടെ അത് ആ വിരലിലേക്ക് ആഞ്ഞുകുത്തി. ഒരു പക്ഷിയുടേതുപോലെ മൂർച്ചയുള്ളൊരു നിലവിളി പിന്നിലെ പെട്ടിയിൽ നിന്നുയർന്നു. ആ വിരൽ പെട്ടെന്ന് പിൻവലിഞ്ഞു. പക്ഷേ ആശ്വാസത്തിന് വകയുണ്ടായിരുന്നില്ല. കാരണം ആ വിരൽ പിൻവലിഞ്ഞത് രാഹുലിൻ്റെ സ്ക്രൂ ഡ്രൈവർ മൂലമായിരുന്നില്ല. അതിന് മറ്റൊരു വഴി കിട്ടിയിരുന്നു. ഓട്ടോയുടെ മുകളിലെ തകര ഷീറ്റിൽ ശക്തമായൊരിടി. രാഹുൽ ഞെട്ടി മുകളിലേക്ക് നോക്കി. അവൾ വീണ്ടും ഓട്ടോയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ പെട്ടിക്കുള്ളിൽ നിന്നും മറ്റൊരു ഇടി കേട്ടു. അവൾ ഒരേ സമയം 2 ഇടത്തുണ്ടോ? ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഓട്ടോയുടെ മുകളിലെ തകര ഷീറ്റിൽ ആരോ ആഞ്ഞു മർദ്ദിക്കുകയാണ്. നേരത്തെ അവൾ മാന്തിയ പെയിൻ്റ് അടർന്നുപോയ അതേ സ്ഥലത്ത്. ഓരോ ഇടിക്കും തകര ഉള്ളിലേക്ക് വളഞ്ഞു. അവൻ്റെ തലയ്ക്ക് തൊട്ടുമുകളിൽ ആ തകരപ്പാളി താഴേക്ക് വലിഞ്ഞു തൂങ്ങാൻ തുടങ്ങി. ഇല്ല, ഇതേത് നിമിഷവും പൊളിയും. രാഹുൽ സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടി. അവൻ ഭ്രാന്തമായി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എൻജിൻ ജീവനറ്റതുപോലെ നിശബ്ദമായിരുന്നു. അപ്പോഴാണ് ആ മണം വീണ്ടും വന്നത്. അഴുകിയ മാംസവും മുല്ലപ്പൂവും കലർന്ന മനം പിരട്ടുന്ന ഗന്ധം. ഇത്തവണ അത് 10 മടങ്ങ് ശക്തമായിരുന്നു. കാരണം അത് വരുന്നത് അവൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നായിരുന്നു. മുകളിലെ തകരപ്പാളിയിൽ ഒരു ചെറിയ വിടവുണ്ടായിരിക്കുന്നു. ആ വിടവിലൂടെ
തണുത്ത ഇരുണ്ട എന്തോ ഒന്ന് ക്യാബിനിലേക്ക് ചോർന്നൊലിക്കാൻ തുടങ്ങി. രക്തം അല്ല, രക്തത്തേക്കാൾ കറുത്ത കട്ടിയുള്ള എന്തോ ഒരു ദ്രാവകം. അതവൻ്റെ തോളിലേക്ക്, മടിയിലേക്ക് ഇറ്റിറ്റു വീണു. അയ്യോ! അവൻ അലറിക്കരഞ്ഞു. അതിന് അസഹനീയമായ തണുപ്പായിരുന്നു. അവൻ ആ ദ്രാവകത്തിൽ തൊട്ടു. അത് ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു. മുകളിലെ ഇടി പൂർണ്ണമായും നിന്നു. പകരം ആ വിടവിലൂടെ നീണ്ട കറുത്ത മുടിയിഴകൾ പാമ്പുകളെ പോലെ ക്യാബിനിലേക്ക് നൂഴ്ന്നിറങ്ങാൻ തുടങ്ങി. ആ മുടിയിഴകൾ വായുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. അവ രാഹുലിനെ തിരയുകയായിരുന്നു. അവ അവൻ്റെ മുഖത്ത് തട്ടി. അവൻ വാ പൊത്തിപ്പിടിച്ച് അനങ്ങാതിരുന്നു. പെട്ടെന്ന് ക്യാബിനിലെ മങ്ങിയ വെളിച്ചം അണഞ്ഞു. ബാറ്ററി പൂർണ്ണമായും തീർന്നിരിക്കുന്നു. ഓട്ടോയ്ക്കുള്ളിൽ കനത്ത ഇരുട്ട് മാത്രം. ആ ഇരുട്ടിൽ അവന് ആ മുടിയിഴകൾ ചലിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവയ്ക്ക് അവനെ കാണാമായിരുന്നു. അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂടറിഞ്ഞ് ആ മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്കടുത്തു. അവൻ്റെ കഴുത്തിൽ, കൈകളിൽ ആ മുടി ചുറ്റി വരിയാൻ തുടങ്ങി. അവന് ശ്വാസം മുട്ടി. രക്ഷിക്കണേ! അവൻ നിലവിളിച്ചു. താൻ മരിക്കും ഇവിടെ, ഓട്ടോയ്ക്കുള്ളിൽ, ഈ നശിച്ച കാടിന് നടുവിൽ. അവൻ സർവ്വശക്തിയുമെടുത്ത് ആ മുടിയിഴകളെ വലിച്ചു പറിക്കാൻ ശ്രമിച്ചു. ആ സമയം അവൻ്റെ തലയ്ക്ക് മുകളിൽ തകരപ്പാളി രണ്ടായി പിളർന്നു. ഒരു നിമിഷം ആ പിളർന്ന വിടവിലൂടെ കാടിൻ്റെ ഇരുണ്ട ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ മുഖമില്ലാത്ത സ്ത്രീരൂപം തലകീഴായി അവൻ്റെ ക്യാബിനിലേക്ക്, അവൻ്റെ മുഖത്തേക്ക് അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. ആ ഭീകരരൂപം ഉറക്കെ അലറി. അതൊരു ശബ്ദമായിരുന്നില്ല. രാഹുലിൻ്റെ തലച്ചോറിനുള്ളിൽ നേരിട്ട് പതിച്ച ഒരു പ്രകമ്പനമായിരുന്നു. തൻ്റെ ബോധം മറഞ്ഞു പോകുമെന്ന് അവന് തോന്നി. ശ്വാസത്തിനായി പിടഞ്ഞുകൊണ്ട് കഴുത്തിൽ ചുറ്റിയ മുടിയിഴകളിൽ അവൻ അന്ധമായി പിടിച്ചു വലിച്ചു. അവൻ്റെ കയ്യിൽ അതുവരെ മുറുകി പിടിച്ചിരുന്ന ആ പഴയ സ്ക്രൂ ഡ്രൈവർ അപ്പോഴും ഉണ്ടായിരുന്നു. ബോധം മറയുന്ന അവസാന നിമിഷത്തിൽ അതിജീവനത്തിനായുള്ള ഒരു പ്രാകൃതവും അന്ധവുമായ ഒരു നീക്കത്തിൽ അവൻ ആ സ്ക്രൂ ഡ്രൈവർ സർവ്വശക്തിയുമെടുത്ത് മുന്നോട്ടാഞ്ഞു. അവൻ്റെ തലയ്ക്ക് മുകളിൽ അലറിപ്പാഞ്ഞു വന്ന ആ മുഖമില്ലായ്മയിലേക്ക് അവൻ അത് കുത്തിയിറക്കി. സ്ക്രൂ ഡ്രൈവറിൻ്റെ കൂർത്ത മുന ആ മിനുസമാർന്ന വിളറിയ ചർമ്മത്തിൽ ആഴത്തിൽ തുളച്ചു കയറി. അതുവരെ കേട്ടതുപോലെയുള്ള ഒരു നിലവിളിയായിരുന്നില്ല അത്. കാടും മലയും കുലുങ്ങുന്ന, പ്രപഞ്ചം പിളർന്നു പോകുന്നതുപോലെയുള്ള ഒരു ഭീകരമായ അലർച്ച. ആ അലർച്ച അവൻ്റെ ഓട്ടോയിൽ നിന്നല്ല, മറിച്ച് ആ കാട് മുഴുവൻ ഏറ്റെടുത്തതുപോലെ 1000 ദിശകളിൽ നിന്ന് ഒരേ സമയം പ്രതിധ്വനിച്ചു. അവൻ്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന മുടിയിഴകൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതുപോലെ അവനെ കുടഞ്ഞിട്ടു. കറുത്ത ദ്രാവകം ഒരു പൈപ്പ് പൊട്ടിയതുപോലെ അവൻ്റെ മേൽ ചീറ്റിത്തെറിച്ചു. ഓട്ടോയുടെ പിളർന്ന മേൽക്കൂരയിലൂടെ ആ രൂപം മുകളിലേക്ക്, ഇരുട്ടിലേക്ക് ഒരു മിന്നൽ പോലെ പിൻവാങ്ങി. രാഹുൽ സീറ്റിലേക്ക് തളർന്നു വീണു. അവൻ ചുമച്ചു. ശ്വാസം കിട്ടാതെ വിടഞ്ഞു. അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ നഖക്ഷതങ്ങളേറ്റതുപോലെ നീറുന്നുണ്ടായിരുന്നു. താൻ അതിനെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അതുപോയി. താൻ രക്ഷപ്പെട്ടു. അവൻ കിതച്ചു. അപ്പോഴാണ് അവനത് കേട്ടത്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ്റെ തൊട്ടു പിന്നിലെ പെട്ടിക്കുള്ളിൽ നിന്ന്. അതുവരെ ഭ്രാന്തമായ അലർച്ചയും അട്ടഹാസവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പേടിച്ചരണ്ട നിസ്സഹായനായ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം തകർന്ന കരച്ചിലായി മാറിയിരിക്കുന്നു. രാഹുൽ വിറയലോടെ തിരിഞ്ഞു. അവൻ്റെ ക്യാബിനും പെട്ടിയും തമ്മിൽ വേർതിരിക്കുന്ന ആ ചെറിയ ഗ്ലാസ് പാളിയിൽ അകത്തുനിന്ന് ആവി പിടിച്ചിരിക്കുന്നു. ആ ആവിയിൽ ഒരു ചെറിയ കൈപ്പത്തി പതിഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. 5 ചെറിയ വിരലുകൾ. ആ കുഞ്ഞിക്കൈ ഗ്ലാസിൽ തട്ടാൻ തുടങ്ങി. ദേഷ്യത്തോടെയല്ല, മറിച്ച് എന്നെ പുറത്തിറക്കൂ എന്ന് കെഞ്ചിക്കൊണ്ട്. രാഹുലിൻ്റെ തലച്ചോറിൽ ഒരു സത്യം വെളിപ്പെടുകയായിരുന്നു. തൻ്റെ വണ്ടിയിൽ ആ ശക്തികൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരു അമ്മയും കുഞ്ഞും. റോഡിൽ കണ്ട ആ വെളുത്ത കെട്ട്, അതൊരു കുഞ്ഞായിരുന്നു. താൻ അതിൻ്റെ മുകളിലൂടെ വണ്ടി കയറ്റി ഇറക്കി. ഒരുപക്ഷെ ആത്മാവ് അത് ഭയന്ന് ഓട്ടോയുടെ പിന്നിലെ തുറന്ന വാതിലിലൂടെ അകത്ത് കയറിയിരിക്കും. അതോ ആ കുഞ്ഞാദ്യമേ അകത്തുണ്ടായിരുന്നോ? ആ ഹൈറേഞ്ച് ബേക്കറിയിൽ നിന്ന്. വെളുത്ത കെട്ടിനു മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ അമ്മയായ ആ ഭീകരരൂപം തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞെത്തിയതാണ്. ഓട്ടോ മുന്നോട്ടെടുത്തപ്പോൾ കുഞ്ഞകത്തും അമ്മ പുറത്തുമായി. അവനറിയാതെ ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതുവരെ നടന്നതെല്ലാം അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ഓട്ടോയ്ക്ക് പിന്നിലെ ഇടി, അത് കുഞ്ഞു പുറത്തിറങ്ങാൻ ശ്രമിച്ചതായിരുന്നു. ഓട്ടോയ്ക്ക് മുകളിലെ മാന്തൽ, പുറത്തുനിന്നുള്ള അലർച്ച, ഗ്ലാസ് പൊളിക്കാനുള്ള ശ്രമം, ആ പ്രായമായ മനുഷ്യൻ്റെ കൊലപാതകം. അതെല്ലാം തൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ തന്നെ തടയാനും എങ്ങനെയെങ്കിലും ആ പെട്ടി തുറന്ന് തൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാനുമുള്ള ഒരമ്മയുടെ ഭ്രാന്തമായ വിവേചനരഹിതമായ ശ്രമങ്ങളായിരുന്നു.
അവൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നില്ല, അവൾ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദൈവമേ, ഞാനെന്താണ് ഈ ചെയ്തത്? രാഹുൽ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. താനൊരു അമ്മയെയാണ് കുത്തിയത്. പുറത്തൊരു ചില്ല് പൊടിയുന്ന ശബ്ദം. രാഹുൽ മുന്നിലേക്ക് നോക്കി. അവൾ, ആ മുഖമില്ലാത്ത സ്ത്രീരൂപം, ഓട്ടോയ്ക്ക് മുന്നിൽ ആ വീണ് കിടക്കുന്ന മരത്തിന് മുകളിൽ നിൽക്കുന്നു. അവൾ അവനെ നോക്കിയില്ല. അവളുടെ മുഖം അവൻ്റെ ഓട്ടോയുടെ പിന്നിലെ പെട്ടിയിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖമില്ലാത്ത ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു മുറിവുണ്ട്. രാഹുലിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവ്. അതിൽ നിന്ന് കറുത്ത ദ്രാവകം ധാരയായി ഒഴുകുന്നു. അവൾ കരയുകയായിരുന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നു. മുഖമില്ലാത്ത ആ രൂപം നിസ്സഹായതയോടെ കൈകൾ മുന്നോട്ട് നീട്ടി. അവളുടെ കുഞ്ഞിനായി. അമ്മയെ കണ്ടിട്ടെന്ന പോലെ പിന്നിലെ പെട്ടിയിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. രാഹുൽ ഒരു നിമിഷം തരിച്ചു നിന്നു. ഒരു വശത്ത് തന്നെ കൊല്ലാൻ മടിക്കാത്ത മുറിവേറ്റ ഒരു ഭീകരരൂപം, മറുവശത്ത് ആ ഭീകരരൂപത്തിൻ്റെ പെട്ടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞ്. താനാണ് നടുവിൽ, താനാണ് താക്കോൽ. തൻ്റെ തീരുമാനം, അത് തൻ്റെ ജീവിതമോ മരണമോ ആയിരിക്കും. ആ സ്ത്രീരൂപം പതുക്കെ തലതിരിച്ച് അവനെ നോക്കി. അവൾ ഇത്തവണ യാചനയോടെയാണ് കൈകൾ നീട്ടിയത്. രാഹുൽ ശ്വാസം ആഞ്ഞു വലിച്ചു. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ. അവൻ്റെ ശബ്ദം വിറച്ചു. അവൻ പതുക്കെ വിറയ്ക്കുന്ന കൈകളോടെ ഓട്ടോയുടെ വാതിലിൻ്റെ ലോക്ക് തുറന്നു. പുറത്തുനിന്ന ആ രൂപം ഒന്ന് വിറച്ചു. അത് പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ നിന്നു. ഇല്ല, ഞാൻ തുറന്നു തരാം, രാഹുൽ പറഞ്ഞു. അവൻ ഓട്ടോയുടെ ഡോർ പതുക്കെ തുറന്നു. രാഹുൽ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ നിമിഷം കാടൊന്നാകെ നിശ്ചലമായി. ചിവീടുകളുടെ ശബ്ദം നിന്നു. കാറ്റ് നിലച്ചു. രാഹുൽ, ആ ഭീകരരൂപം, തകർന്ന ഓട്ടോ, പിന്നിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ കിടക്കുന്ന ജീപ്പ്. ലോകം തണുത്തുറഞ്ഞു. അവൻ്റെ കയ്യിലപ്പോഴും രക്തം പുരണ്ട സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കുകയാണ്. അവളുടെ മുറിവിൽ നിന്ന് കറുത്ത ദ്രാവകം നിലത്തേക്ക് ഇറ്റുവീഴുന്നു. രാഹുൽ പതുക്കെ തൻ്റെ വലതുകൈ ഉയർത്തി. അവൻ ആ സ്ക്രൂ ഡ്രൈവർ നിലത്തേക്കിട്ടു. ആ ലോഹശബ്ദം നിശബ്ദതയിൽ ഒരു സ്ഫോടനം പോലെ മുഴങ്ങി. ആ സ്ത്രീരൂപം അനങ്ങിയില്ല. രാഹുൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഓട്ടോയുടെ താക്കോൽ കൂട്ടമെടുത്തു. അതിൽ പിന്നിലെ പെട്ടി പൂട്ടുന്ന ചെറിയ താക്കോലും ഉണ്ടായിരുന്നു. ഞാൻ തുറക്കാം, അവൻ വിറയലോടെ പറഞ്ഞു. അവൻ ഓട്ടോയെ ചുറ്റി പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. അവൾക്കരികിലൂടെയാണ് അവന് പോകേണ്ടിയിരുന്നത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ്റെ ഹൃദയം നിലയ്ക്കുമെന്ന് തോന്നി. അവൻ അവൾക്ക് തൊട്ടടുത്തെത്തി. അഴുകിയ മാംസത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഗന്ധം അവൻ്റെ ശ്വാസത്തെ മരവിപ്പിച്ചു. അവൾ അനങ്ങിയില്ല. അവൾ അവനെ കടന്നു പോകാൻ അനുവദിച്ചു. അവൻ ഓട്ടോയുടെ പിന്നിലെത്തി. ആ മലർക്കെ തുറന്നു കിടന്ന വാതിൽ എപ്പോഴോ തനിയെ അടഞ്ഞിരുന്നു. പുറത്തെ ചെറിയ താഴ്. അവൻ വിറയ്ക്കുന്ന കൈകളോടെ താക്കോൽ ദ്വാരത്തിലിട്ടു. അവൻ താഴു തുറന്നു. രാഹുൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ദൈവമേ! അവൻ ആ പെട്ടിയുടെ വാതിൽ വലിച്ചു തുറന്നു. അകത്ത് കൂരിരുട്ടായിരുന്നു. കാലിയായ പ്ലാസ്റ്റിക് ട്രേകൾ ചിതറിക്കിടക്കുന്നു. ഒന്നും കാണാനില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ, അതും നിലച്ചിരിക്കുന്നു. രാഹുൽ നിരാശനായി. ഇല്ല, ഇതിനകത്തൊന്നുമില്ല. വാ! അവൻ്റെ കാൽ കീഴിൽ നിന്നൊരു നേർത്ത ശബ്ദം. അവൻ താഴേക്ക് നോക്കി. അവിടെ ഓട്ടോയുടെ പെട്ടിയിൽ ഒരു ചെറിയ വെളുത്ത കെട്ട്. റോഡിൽ കണ്ട അതേപോലൊന്ന് ഉരുണ്ടുരുണ്ട് അവൻ്റെ കാലുകൾക്കരികിൽ വന്നു നിന്നു. അതാ കുഞ്ഞായിരുന്നു. രാഹുൽ സ്തംഭിച്ചു നിന്നു. അവന് പിന്നിൽ ആ സ്ത്രീരൂപം. അവൾ പതുക്കെ നടന്നു വന്നു. അവൾ രാഹുലിനെ ശ്രദ്ധിച്ചതേയില്ല. അവളുടെ നോട്ടം മുഴുവൻ ആ വെളുത്ത കെട്ടിലേക്കായിരുന്നു. അവൾ ഓട്ടോയുടെ അടുത്തെത്തി. മുറിവേറ്റ ആ മുഖമില്ലാത്ത രൂപം അത് പതുക്കെ താഴേക്ക് മുട്ടുകുത്തി. അവളുടെ വിളറിയ കൈകൾ ആ കെട്ടിനെ കോരിയെടുക്കാൻ നീണ്ടു. ആ വിരലുകൾ ആ തുണിക്കെട്ടിൽ സ്പർശിച്ച നിമിഷം ഒരത്ഭുതം സംഭവിച്ചു. ഊരിട്ടായിരുന്ന ആ വനം മുഴുവൻ പ്രകാശപൂരിതമായി. നിലാവിൻ്റേതുപോലെയുള്ള തണുത്ത ശാന്തമായ ഒരു വെള്ളി വെളിച്ചം. ആ ഭീകരരൂപം അത് പതിയെ അലിഞ്ഞില്ലാതാകുന്നത് രാഹുൽ കണ്ടു. അവളുടെ വിളറിയ അഴുകിയ ചർമ്മം അപ്രത്യക്ഷമായി. അവളുടെ മുഖമില്ലായ്മ. അവിടെ 2 കണ്ണുകൾ, ഒരു മൂക്ക്, മനോഹരമായ ഒരു പുഞ്ചിരിയുള്ള ചുണ്ടുകൾ. അതൊരു സുന്ദരിയായ യുവതിയുടെ മുഖമായി മാറി. അവളുടെ അഴിഞ്ഞുലർന്ന മുടിയിഴകൾ ശാന്തമായി. അവൾ തൻ്റെ കയ്യിലിരുന്ന തുണിക്കെട്ടിനെ നെഞ്ചോട് ചേർത്തു. അതിനെ ഉമ്മ വെച്ചു. അവൾ തൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയ ഒരമ്മയായിരുന്നു. അവൾ പതുക്കി എഴുന്നേറ്റു. അവൾ രാഹുലിനെ നോക്കി. ആ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടിയില്ല.
അവൾ ആ വീണ് കിടന്ന മരത്തിന് നേരെ തിരിഞ്ഞു നടന്നു. അവളുടെ ഓരോ ചുവടുവെപ്പിലും അവളിൽ നിന്നുള്ള വെളിച്ചം കാടിനെ പ്രകാശിപ്പിച്ചു. അവൾ ആ മരത്തിനടുത്തെത്തി. പിന്നെ ഒരു നിമിഷം നിന്നു. പിന്നെ തൻ്റെ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് അവൾ ആ മരത്തിലൂടെ, അതിൻ്റെ തടിയിലൂടെ ഒരു നിഴൽ പോലെ അപ്പുറത്തേക്ക് കടന്നുപോയി. അവൾ ആ കാടിനുള്ളിലേക്ക് മറഞ്ഞ നിമിഷം ആ വെള്ളി വെളിച്ചം അണഞ്ഞു. അതോടൊപ്പം വഴി തടഞ്ഞു കിടന്നിരുന്ന ആ കൂറ്റൻ മരം അത് പൊടി പൊടിയായി ഇല്ലാതാകാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് അത് വെറും മണ്ണും ചാരവുമായി മാറി. വഴി ഇപ്പോൾ വ്യക്തമായി കാണാം. രാഹുൽ നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നു. അവൻ്റെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റുകൾ തനിയെ മിന്നിത്തെളിഞ്ഞു. എഞ്ചിൻ തനിയെ സ്റ്റാർട്ടായി. രാഹുൽ ഞെട്ടിത്തിരിഞ്ഞു. ഓട്ടോയുടെ തകർന്ന മേൽക്കൂരയും പൊളിഞ്ഞ ഗ്ലാസും വളഞ്ഞ ഭിത്തിയും എല്ലാം അവിടെയുണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഓടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവന് പിന്നിൽ ആ ജീപ്പ് നിശബ്ദമായി കിടന്നിരുന്നു. അതിലെ മനുഷ്യൻ്റെ ആത്മാവിന് എന്ത് സംഭവിച്ചു എന്ന് അവനറിയില്ല. ഒരുപക്ഷെ ആ അമ്മയുടെ കോപത്തിൽ അയാളുമില്ലാതായി. രാഹുലിന് ഒരു നിമിഷം പോലും പാഴാക്കാനില്ലായിരുന്നു. അവൻ വേഗം ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഗിയർ മാറ്റി. അവൻ അവസാനമായി ആ കാട്ടിലേക്ക് നോക്കി. ഇപ്പോൾ ചിവീടുകൾ വീണ്ടും കരയാൻ തുടങ്ങിയിരിക്കുന്നു. കാറ്റ് വീശുന്നു. എല്ലാം സാധാരണ പോലെ. അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി. തകർന്ന വണ്ടി ഒരു മുരൾച്ചയോടെ മുന്നോട്ട് നീങ്ങി. പൊടിഞ്ഞുപോയ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ അവൻ വണ്ടി ഓടിച്ചു. പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ ചെകുത്താൻ പാറയുടെ ഇരുണ്ട മലയിടുക്കുകളിൽ നിന്ന് പുലർച്ചയുടെ ആദ്യ വെളിച്ചത്തിലേക്ക്. അടുത്ത ദിവസം രാഹുൽ ആ ബേക്കറിയിലെ ജോലി രാജിവെച്ചു. തകർന്ന ഓട്ടോറിക്ഷ അവൻ ആക്രിക്കാർക്ക് വിറ്റു. എന്താണ് പറ്റിയതെന്ന് മാനേജറോടോ വീട്ടുകാരോടോ അവൻ പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ വിശ്വസിക്കുമായിരുന്നില്ല. അവൻ ആ നാട് വിട്ടു. പുതിയൊരു പട്ടണത്തിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രാഹുലിന് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്, ഒരു ചെറിയ മകൾ. ചില രാത്രികളിൽ തൻ്റെ മകളെ താരാട്ട് പാടി ഉറക്കുമ്പോൾ അവനറിയാതെ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കും. അവൻ്റെ ഓർമ്മകളിൽ ആ രാത്രി ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു. പക്ഷേ ആ ഭയത്തോടൊപ്പം മറ്റൊന്നുകൂടി അവൻ്റെ മനസ്സിലുണ്ട്. ആ പ്രപഞ്ചം പിളർക്കുന്ന അലർച്ച. അതോടൊപ്പം തൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയപ്പോൾ ആ അമ്മയുടെ മുഖത്ത് വിരിഞ്ഞ ആ ശാന്തമായ പുഞ്ചിരിയും.